വിദ്യാഭ്യാസ വായ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ പങ്ക്തി ചർച്ച ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ധാരാളം പേരെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാം. പല പല ചതിക്കുഴിയിൽ ചെന്ന് വീണിട്ട് സ്വന്തം ഭൂമിയും വീടും നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അതുകൊണ്ടിട്ട് ഈ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വിദ്യാഭ്യാസ വായ്പ എടുക്കേണ്ടത്. വിദ്യാഭ്യാസ വായ്പ എടുക്കേണ്ടവർ എടുക്കുക തന്നെ വേണമെന്ന് തന്നെയാണ് ഈ പങ്ക്തിയുടെ അഭിപ്രായം. പക്ഷെ അതുകൊണ്ടൊരു ചതിക്കുഴിയിൽ ചെന്ന് വീഴരുത്. ഇപ്പം അടുത്ത കാലത്തായിട്ട് ബാങ്കിൻ്റെ ഒരു തീരുമാനപ്രകാരം മുൻഗണനാ മേഖലയായി പരിഗണിച്ച് നൽകുന്ന വിദ്യാഭ്യാസ വായ്പയുടെ പരിധി 20 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമായി ഉയർത്തി. ഇതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വായ്പ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് കാര്യമല്ല. ഇത് ബാങ്കുകൾക്കുള്ള ഒരു വർഗീകരണമാണ്. പക്ഷെ ഇതുകൊണ്ട് പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ബാങ്കുകൾ പരസ്പരം മത്സരത്തിൽ ഏർപ്പെടും. കാരണം അവർക്ക് 25 ലക്ഷം രൂപ മുൻഗണനാ വായ്പയായിട്ട് ഉൾപ്പെടുത്താമെന്ന് പറയുന്നത് പലതുകൊണ്ട് സൗകര്യമാണ്. അവർ തമ്മിലുള്ള കടുത്ത മത്സരത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ വായ്പ നൽകാനുള്ളൊരു ശ്രമം ഉണ്ടാകും. അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കെണിയിൽ വീണു പോകരുത് എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ വിദ്യാഭ്യാസ വായ്പയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നത്. അതിൽ നമുക്ക് ഒന്നാം ഘട്ടമെന്ന് പറയുന്ന വായ്പ എടുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കോഴ്സിനെ കുറിച്ചുള്ള ധാരണയാണ്. രാജ്യത്തിനകത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും ഏത് കോഴ്സാണ് നമ്മൾ എടുക്കുന്നത്, ആ കോഴ്സിനെ കുറിച്ചുള്ള ധാരണ, നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയാണോ, നമ്മുടെ അഭിരുചിക്ക് ഇണങ്ങുന്നതാണോ എന്നൊക്കെ, അതിൻ്റെ സാധ്യത എന്താണ് എന്ന് നോക്കിയിട്ട് കോഴ്സ് തിരഞ്ഞെടുക്കണം. അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കുക. 2, സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരശേഖരണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം രാജ്യത്തിനകത്തും പുറത്തും വളരെ റാങ്കിങ് മോശമായ സ്ഥാപനങ്ങളുണ്ട്, ഫേക്കായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ അഡ്മിഷൻ കിട്ടിയിട്ട് വെള്ളത്തിലായി പോകുന്ന ധാരാളം കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ അഫിലിയേഷൻ മനസ്സിലാക്കണം, അതിൻ്റെ റാങ്കിങ് മനസ്സിലാക്കണം, അതിൻ്റെ പ്ലേസ്മെൻറ്റ് ചരിത്രം എന്നിവയെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരശേഖരണം നടത്തണം. 3ാമത് കോഴ്സിൻ്റെ കാലയളവാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഡിഗ്രി കോഴ്സ് 3 വർഷമാണ്, ചിലയിടത്ത് 2 വർഷത്തെ ഉണ്ട്, ചിലയിടത്ത് 4 വർഷത്തെ ഉണ്ട്. ഇപ്പോഴും നമ്മളുടെ ഇവിടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ നമുക്ക് 4 വർഷത്തെ കോഴ്സായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കോഴ്സിൻ്റെ കാലയളവ് മനസ്സിലാക്കി അത് എവിടെയും അംഗീകരിക്കപ്പെടുന്ന ഒന്നാണോ എന്നുള്ള ബോധ്യം വരുത്തിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. 4, വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്നവർ സ്റ്റേ ബാക്ക് കാലയളവ് നോക്കണം. 1 വർഷമാണോ 2 വർഷമാണോ അത് കൂടുതലുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ശ്രമവും, അതേസമയം മറ്റു കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. ഇത് വായ്പ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കേണ്ട അവബോധമാണ്. 2ാം ഘട്ടത്തിലാണ് വായ്പയെക്കുറിച്ചുള്ള അവബോധം. വിവിധ ബാങ്കുകൾ ഇന്ന് വിദ്യാഭ്യാസ വായ്പ തരുന്നുണ്ട്. അവയെക്കുറിച്ചെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലിശ നിരക്കിലെ വ്യത്യാസമാണ്. 8 മുതൽ 15% വരെയാണ് ഏതാണ്ട് പലിശ നിരക്കിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ വരുന്നിടത്ത് വേണം നമ്മൾ വിദ്യാഭ്യാസ വായ്പയ്ക്ക് പോകേണ്ടത്. അങ്ങനെ നല്ല ബാങ്കുകളെ കഴിയുന്നതും തിരഞ്ഞെടുക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തണം. ഇക്കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ IBA, അതായത് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ഒരു മാതൃക വികസിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ബാങ്കുകളും ഈ IBA മാതൃകയുമായി ബന്ധിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഒരു ചോദ്യം എപ്പോഴും കടന്നു വരുന്ന പരമാവധി വായ്പ എത്ര കിട്ടുമെന്നുള്ളതാണ്. അത് അങ്ങനെയില്ല. ആവശ്യവും തിരിച്ചടവ് ശേഷിയും ആശ്രയിച്ച് അത് ബാങ്കുകൾ തീരുമാനിക്കും. 1 കോടി 2 കോടി രൂപയൊക്കെ വിദ്യാഭ്യാസ വായ്പ എടുത്തവരുണ്ട്. വായ്പയ്ക്കുള്ള യോഗ്യത ഇന്ത്യൻ ദേശീയ പൗരന്മാർക്കും വിദേശ ഇന്ത്യക്കാർക്കും ഇതിന് യോഗ്യതയുണ്ട്. ഒപ്പം തന്നെ +2 കോഴ്സ് പാസ്സായതിനു ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർ, എഞ്ചിനീയറിംഗ് ആയാലും MBBS ആയിരുന്നാലും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളായിരുന്നാലും അതിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ട് വീണ്ടും ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഡിഗ്രി കഴിഞ്ഞവർ PGക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ തന്നെ ഈ വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷിക്കാമെന്നുള്ളതാണ് വലിയ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ വായ്പയ്ക്കായിട്ട് അപേക്ഷിക്കുമ്പോൾ പ്രവേശന പരീക്ഷ, യോഗ്യതാ പരീക്ഷയിലെ സ്കോറ്, മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് രീതി,
എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രവേശനം നേടുന്നവർക്ക് ലഭിക്കുന്ന ഒരു അഡ്മിഷൻ ലെറ്റർ ഉണ്ടാകും. അത് അഡ്മിഷൻ ലെറ്റർ ഹാജരാക്കണം. അതേസമയം കാര്യമായ തിരഞ്ഞെടുപ്പ് രീതിയൊന്നുമില്ലാതെ നേരിട്ട് പ്രവേശനം നേടുന്നവരാണെങ്കിൽ യോഗ്യതാ പരീക്ഷയിൽ ജനറൽ മെറിറ്റിലാണെങ്കിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST എന്നാൽ 50% മാർക്ക് മതി. പെൺകുട്ടികൾക്കും 50% മാർക്ക് മതി. ഇനി വിദേശ വിദ്യാഭ്യാസത്തിന് വായ്പ വേണ്ടവരാണെങ്കിൽ ഓഫർ ലെറ്ററോ അഡ്മിഷൻ ലെറ്ററോ ഹാജരാക്കിയാൽ മതിയാവും. എന്നിരുന്നാലും പൊതുവിൽ ഈ ജനറൽ മെറിറ്റിൽ 60% മാർക്ക് നിഷ്കർഷിക്കുന്നുണ്ട് പ്രാവർത്തികമായിട്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത് നമുക്ക് കാണുന്ന ഇത്തരത്തിലൊക്കെ വരുമ്പോൾ ഈ വിദ്യാഭ്യാസ വായ്പയുടെ പിന്നീട് പലിശ വളരെ കൂടുതലാണെന്നും വിദ്യാഭ്യാസ വായ്പ തന്നെ കിട്ടാൻ പോലും അർഹരല്ലാത്തവരുണ്ടെന്നും നമുക്ക് കാണാം. ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് വികസിപ്പിച്ചെടുത്ത ഒരു രീതിയാണ് PM വിദ്യാലക്ഷ്മി പദ്ധതി, പ്രൈം മിനിസ്റ്റർ വിദ്യാലക്ഷ്മി സ്കീം. ഇത് പാവപ്പെട്ടവരും മെറിറ്റുള്ള ആവശ്യക്കാർക്കുമായിട്ട് വികസിപ്പിച്ചതാണ്. ഈ രാജ്യത്തിനകത്തെ ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയിട്ട് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അഡ്മിഷന് എടുക്കാത്തവർക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന സ്കീമാണിത്. പക്ഷെ PM വിദ്യാലക്ഷ്മി പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കൂടുതൽ നേട്ടങ്ങൾ നമുക്ക് തരും. ഈ എടുക്കുന്നവർക്ക് പലിശയുടെ കുറവുണ്ടാകും, സബ്സിഡി ഉണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനമാണ്. മെറിറ്റുള്ള ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ PM വിദ്യാലക്ഷ്മിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഈ സാഹചര്യത്തിൽ വിശദീകരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അതിൻ്റെ ഒരു പോർട്ടുണ്ട്. ആ പോർട്ടിൽ രജിസ്റ്റർ ചെയ്യണം. PM വിദ്യാലക്ഷ്മി പോർട്ടിൽ രജിസ്റ്റർ ചെയ്യണം. 44 ബാങ്കുകളാണ് ഇപ്പം ഇവിടെ ഉള്ളത്. അത് ഒറ്റ അപേക്ഷയിൽ തന്നെ നമുക്ക് 3 ബാങ്കുകളിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം. ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. സർവീസ് ഏരിയ നിബന്ധന ബാധകമല്ല. എവിടെ ഇരുന്നും ഏത് ബാങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വായ്പയുടെ ഈടെന്ന് പറയുന്നത് 7 ലക്ഷം രൂപ വരെ ഒരു ഈടും ആവശ്യമില്ല. പക്ഷേ കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. രക്ഷിതാക്കളോ മാതാപിതാക്കളോ സ്റ്റുഡൻറ്റോ കൂട്ടുത്തരവാദിത്തം ഗ്യാരണ്ടിയും ആവശ്യമാണ് അവരുടെ. 7 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ വായ്പയ്ക്ക് ഈട് നൽകണം, അത് നിർബന്ധമാണ്. മാർജിൻ മണിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സാധാരണ 4 ലക്ഷത്തിന് താഴെ മാർജിൻ മണിയൊന്നും വേണ്ട, ഒരു പൈസയും കെട്ടിവെക്കേണ്ടതില്ല. 4 മുതൽ 7.5 ലക്ഷത്തിന് വരെ രാജ്യത്തിനകത്ത വായ്പയ്ക്ക് 5%. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PM വിദ്യാലക്ഷ്മി പദ്ധതി രാജ്യത്തിനകത്തുള്ള വിദ്യാഭ്യാസത്തിനാണ് ഇത് നൽകുന്നത്. പുറത്തുള്ള വിദ്യാഭ്യാസത്തിനുള്ളത് ആരുമാകാം. പുറത്ത് പിന്നീട് ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരന് തിരിച്ചു വന്ന് ഇവിടെ വിദ്യാഭ്യാസം നടത്തണമെങ്കിൽ ലഭിക്കും. പിന്നെ മൊറട്ടോറിയം, അതിൻ്റെ കോഴ്സ് കാലയളവാണ് സാധാരണ രീതിയിലെ മൊറട്ടോറിയം. 1 വർഷം കൂടെ അധികം കിട്ടും. അപ്പോൾ കോഴ്സ് കാലയളവും 1 വർഷവും കൂടി ചേർന്നതാണ് മൊറട്ടോറിയം. പക്ഷേ 1 വർഷം ഈ കോഴ്സ് കാലയളവ് പറഞ്ഞു 1 വർഷത്തിന് മുമ്പ് തന്നെ ജോലിക്ക് ലഭ്യമാണെങ്കിൽ മൊറട്ടോറിയം തീരും. അന്ന് മുതൽ നമ്മൾ ഈ വായ്പ തിരിച്ചടച്ചു തുടങ്ങണം. വായ്പ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത പീരീഡാണ് ഈ കോഴ്സ് കാലയളവും 1 വർഷവും. പക്ഷേ 1 വർഷത്തിന് മുമ്പ് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് മുതൽ പണം തിരിച്ചടച്ചു തുടങ്ങണം. 1 വർഷം കഴിഞ്ഞിട്ടും ജോലി കിട്ടുന്നില്ലെങ്കിലും 1 വർഷം വരെയുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചടവുണ്ടാകണം. അത് തിരിച്ചടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് 15 വർഷമാണ് നമ്മുടെ വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് കാലയളവെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് വായ്പയടവ് ഈ നിബന്ധനകൾക്ക് വിധേയമായി തുടങ്ങുന്നു അന്ന് മുതൽ 15 വർഷം. തുല്യ പ്രതിമാസ ഗഡുക്കളായിട്ടാണ് തിരിച്ചടവ്, EMI എന്ന് പറയും. അപ്പോൾ മൊറട്ടോറിയം കാലയളവിലെ സാധാരണ പലിശയെ എടുക്കുകയുള്ളൂ. അത് ചേർത്തിട്ടാണ് നിർണ്ണയിക്കുന്നത്, ഈ EMI നിർണ്ണയിക്കുന്നത്. ഇതിന് ചില സബ്സിഡികൾ കിട്ടും, ചില ഇളവുകൾ കിട്ടും. അതെന്തൊക്കെയാണ്? ഒന്ന്, വാർഷിക വരുമാനം 4.5 ലക്ഷം രൂപ വരെയാണെങ്കിൽ ഒരു PMUSP CSIS എന്ന് പറയുന്ന പദ്ധതി പ്രകാരം 100% പലിശ ഇളവ് ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സിൽ ചേരുന്നവർക്ക് കിട്ടും. പക്ഷേ അതേ സമയം മറ്റു കോഴ്സുകൾക്ക് ചെലവ് ചേരുന്നവർക്ക് PM വിദ്യാലക്ഷ്മി പദ്ധതി പ്രകാരം 3% പലിശ ഇളവുണ്ട്. ഇനി വാർഷിക വരുമാനം 4.5 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെയാണെങ്കിൽ PM വിദ്യാലക്ഷ്മി പ്രകാരം 3% പലിശ ഇളവ് ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സുകാർക്കും മറ്റുള്ള കോഴ്സുകാർക്കും അതേ ഇളവ് തന്നെ ലഭിക്കും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് ഈ സബ്സിഡി കിട്ടുകയുള്ളൂ. 10 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം വരെ അത് നിജപ്പെടുത്തിയിരിക്കുക, അതിന് മുകളിലുള്ള തുകയ്ക്ക് കിട്ടുകയില്ല.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഇളവെന്ന് പറയുന്നത്, എല്ലാ വിദ്യാഭ്യാസ വായ്പകൾക്കും മൊറട്ടോറിയം കാലയളവിൽ പലിശ അടച്ചാൽ 0.5%, അതായത് 0.5% പലിശ ഇളവ് ലഭിക്കും. ചില സാഹചര്യങ്ങളിൽ 1% വരെ അത് പോകാം. പിന്നെ സർവീസ് ഏരിയ സമീപനം നേരത്തെ പറഞ്ഞതുപോലെ ബാധകമല്ല വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിൽ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിബിൽ സ്കോർ നോക്കാൻ പാടില്ല. അതിൻ്റെ പേരിൽ വായ്പ നിരസിക്കാൻ പാടില്ല. അതൊരു ഹൈക്കോടതി ഓർഡറുമുണ്ട് ഇക്കാര്യത്തിൽ. അതുകൊണ്ടിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും ശ്രദ്ധാപൂർവം വിശകലനം ചെയ്തിട്ടും വേണം വിദ്യാഭ്യാസ വായ്പയ്ക്ക് ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു.